കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹബാസിന്റെ കൊലപാതകത്തിൽ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകുമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ജാമ്യം നൽകരുത് എന്നത് പ്രോസിക്യൂഷന്റെ ആവശ്യമായിരുന്നു. ഇപ്പോൾ കോടതി എന്താണ് ചൂണ്ടിക്കാട്ടിയത്? താമരശ്ശേരി കൊലപാതകത്തിലെ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നിഷേധിച്ചിരിക്കുകയാണ് ഹൈക്കോടതി. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. എല്ലാ ഘട്ടത്തിലും ജാമ്യം എന്നുള്ളത് അവകാശമല്ല എന്നുകൂടി ഹൈക്കോടതി പറയുകയാണ്. ക്രമസമാധാന പ്രശ്നം എന്നുള്ളത്, ശ്രീകാന്ത്, ക്രമസമാധാന പ്രശ്നം ഉണ്ടാകും ഈ വിദ്യാർത്ഥികൾക്ക് ജാമ്യം നൽകിയാൽ എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം ഉന്നയിച്ചുകൊണ്ട് അത് നിഷേധിച്ചിരിക്കുകയാണോ കോടതി? തീർച്ചയായും അനുജ, ഇപ്പോൾ അവധിക്കാല ബെഞ്ചാണ് ഈ കേസ് പരിഗണനയ്ക്കെടുത്തത്. സിംഗിൾ ബെഞ്ചാണ് പരിഗണിച്ചത്. ആ ഘട്ടത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ച നിർണായകമായ ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ ജാമ്യാപേക്ഷ എന്തായാലും തള്ളിയിട്ടുണ്ട്. ജുവൈനൽ ഹോമിലാണ് ഇപ്പോഴും ഈ കുട്ടികൾ നിലവിലുള്ളത്. ജാമ്യം നൽകിയാൽ വിദ്യാർത്ഥികൾക്ക് സുരക്ഷാ ഭീഷണി ഉണ്ടാകും എന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. അവിടെ വലിയ തോതിൽ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് എന്ന് കോടതിയും മനസ്സിലാക്കുന്നു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് ഇവരുടെ ഈ വിദ്യാർത്ഥികളാണ് എന്ന അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജാമ്യാപേക്ഷ വെച്ചപ്പോഴാണ് ജാമ്യം എല്ലാ ഘട്ടത്തിലും അവകാശമല്ലെന്ന് കോടതിക്ക് പറയേണ്ടി വന്നത്. ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും എന്ന് കോടതി നിരീക്ഷിക്കുന്നു. അതൊരു പക്ഷേ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചുകൊണ്ടാകണം കോടതിയുടെ ഭാഗത്തുനിന്നും ആ നിരീക്ഷണം വന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഉച്ചയ്ക്ക് ശേഷം ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ പകർപ്പ് കൂടി വരും. അപ്പോഴറിയാം കോടതി എന്തുകൊണ്ടാണ് ഈ തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത് എന്നുള്ളത്. മറ്റൊന്നുകൂടി പറയുന്നത്, കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ടാകും എന്നും കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് കൂടി പരിഗണിച്ച് കുട്ടികളുടെ ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് ചൂണ്ടിക്കാണിച്ച് ജാമ്യം അവകാശമല്ലെന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. ഇതിലിപ്പോൾ മറുഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? പ്രധാനമായും ജാമ്യം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത്. വിദ്യാർത്ഥികളാണ്, പ്രായത്തിന്റെ പരിഗണന നൽകണം, ആ ഇളവ് വേണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് എതിർഭാഗം, പ്രതിഭാഗം ഈ വാദം മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് കോടതി മുഖവിലക്കെടുത്തില്ല എന്നിതിൽ നിന്ന് മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനുജ, പോലീസിന്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ആ കോടതിയുടെ ഇപ്പോഴത്തെ പരാമർശം പരിഗണിക്കുമ്പോൾ പോലീസിന്റെ റിപ്പോർട്ട് ഈ ജുവൈനൽ ഹോമിൽ കിടക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരായിരുന്നു എന്ന് മനസ്സിലാക്കണം. അവർ പുറത്തിറങ്ങിയാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നും അത് ഇവരുടെ ജീവന് തന്നെ ഭീഷണിയാകും എന്നുള്ള കാര്യം ഒരുപക്ഷെ പോലീസ് ആ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാകണം. അത് കോടതി മുഖവിലക്കെടുത്തിട്ടാകണം ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. വിശദമായ ഉത്തരവ് വരുമ്പോൾ എന്താണ് കോടതി കണക്കിലെടുത്ത കാര്യങ്ങളെന്ന് മനസ്സിലാവും. പക്ഷേ നമുക്കിപ്പോൾ അനുമാനിക്കാൻ സാധിക്കുന്നത് അതാണ്. ഇന്ന് നടന്നത് ചെറിയ തോതിലുള്ള വാദം മാത്രമാണ്. അതേ തുടർന്ന് ഏറ്റവും ഒടുവിൽ അവരുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഉത്തരവും വന്നിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി 10ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ഷെഹബാസിന്റെ കൊലപാതകത്തിലാണ് പ്രതികളായ 6 വിദ്യാർത്ഥികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയത്. ജാമ്യം നൽകിയാൽ ക്രമസമാധാന പ്രശ്നമുണ്ടാകും, വിദ്യാർത്ഥികളുടെ ജീവന് ഭീഷണിയുണ്ട്, കൂടാതെ ജാമ്യം എന്നുള്ളത് എല്ലാ കാലത്തും അവകാശമല്ല എന്നുകൂടി കോടതി വ്യക്തമാക്കുകയാണ്.